ഇപ്പോൾ വിലാപയാത്ര ആറ്റിങ്ങലിലേക്ക് എത്തുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 7 മണിക്കൂർ കൊണ്ട് 21 കിലോമീറ്റർ മാത്രമായിരുന്നു വിലാപയാത്ര മുന്നോട്ട് പോയതെങ്കിൽ ഇനിയെങ്കിലും സമയം ഒരല്പം കൂടി വേഗത വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. എങ്കിൽ മാത്രമേ ആലപ്പുഴയിലേക്ക് എത്തിപ്പെടുക എന്നത് സാധ്യമാവുകയുള്ളൂ. ഒരു പക്ഷേ അപ്പോഴും നമുക്ക് കാണാം ഈ വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ട്. വലിയ തരത്തിൽ ആൾക്കൂട്ടങ്ങൾ ഓരോ സ്ഥലത്തുമുണ്ട്. ചിലപ്പോഴെങ്കിലുമൊക്കെ അവർ സ്വയം, അതായത് ഈ പോയിന്റുകൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും ആ പോയിന്റുകൾക്കൊക്കെ അപ്പുറത്ത് വലിയ ആൾക്കൂട്ടങ്ങൾ സ്വയം ആൾക്കൂട്ടമായി മാറി അവിടെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സജിത്താണ് ചേരുന്നത്. സജിത്ത്, പ്രതീക്ഷിക്കുന്നത് പോലെയല്ല ഇപ്പോഴും യാത്ര മുന്നോട്ട് പോകുന്നത്. എത്രയോ ദൂരം പിന്നിടേണ്ടതായിരുന്നു ഇതിനോടകം, പക്ഷേ അത് സാധിക്കുന്നില്ല. ഇനിയെങ്കിലും ഈ വേഗത വർദ്ധിപ്പിക്കാനാകുമെന്നാണോ കരുതേണ്ടത്? ഇപ്പോഴും VS-ന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ ഏറെ വൈകിയും വലിയ ആൾക്കൂട്ടത്തെയല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത്? അഭിലാഷ, അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്ങൽ നഗരമധ്യത്തിലാണ്. ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകുമ്പോൾ നോക്കൂ, റോഡിന്റെ ഇരുവശവും ഇപ്പോഴും ഈ രാത്രി വൈകിയ സമയത്തും ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അത് CPIM-ന്റെ പ്രവർത്തകരുണ്ട്, സാധാരണ ആളുകളുണ്ട്. നമ്മൾ മറ്റിടങ്ങളിൽ കണ്ടതുപോലെയുള്ള കാഴ്ച തന്നെ. ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. തിരുവനന്തപുരം ജില്ല പിന്നിടണമെങ്കിൽ ഇനിയും പ്രധാനപ്പെട്ട ഇടങ്ങൾ ഇനിയും കടക്കേണ്ടതുണ്ട്. ആറ്റിങ്ങൽ നിന്നും വീണ്ടും കല്ലമ്പലത്തേക്കും തുടർന്ന് അതിർത്തി മേഖലകളിലേക്കുമൊക്കെ സഞ്ചരിക്കേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അർദ്ധരാത്രിയോടുകൂടി മാത്രമേ തിരുവനന്തപുരം ജില്ല പിന്നിടാൻ സാധ്യതയുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ. അർദ്ധരാത്രിയോടുകൂടി ഒരുപക്ഷെ കൊല്ലം ജില്ലയിലേക്ക് ഇത് പ്രവേശിപ്പിച്ചേക്കാം. വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ ആവേശം ഇവിടെ കാത്തു നിൽക്കുകയാണ് മണിക്കൂറുകൾ ആയി തന്നെ. കാരണം നേരത്തെ തീരുമാനിച്ച ഒരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ആ ഷെഡ്യൂൾ പ്രകാരം ഒന്നും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇത് ഈ ആറ്റിങ്ങൽ പ്രദേശത്തെ പ്രവർത്തകർ മാത്രമല്ല, മറ്റ് ഇടങ്ങളിൽ നിന്നും വന്നവർ ഈ തരത്തിൽ കാത്തു നിൽക്കുകയാണ്. എന്തായാലും പ്രവർത്തകരുടെ ഒരു ആവേശം നമുക്ക് കാണാം. ആളുകൾ മണിക്കൂറുകളായുള്ള ആ കാത്തുനിൽപ്പ്, അവരുടെ ഒരു വികാരം, അതൊക്കെ പ്രകടമാവുകയാണ് ഇവിടെ. നിങ്ങളൊക്കെ എത്ര സമയമായി ഇവിടെ നിൽക്കുന്നു? എത്ര സമയമായി കാത്തു നിൽക്കുന്നു? 4 മണിക്കൂറുകളായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. എവിടെ നിന്നുള്ള പ്രവർത്തകരൊക്കെ ഉണ്ട്? ഇത് ആറ്റിങ്ങൽ വരി, ആറ്റിങ്ങൽ നെടുമങ്ങാട് ഭാഗത്ത് എല്ലാവരും ഇവിടെ നിൽക്കുകയാണ്. കല്ലറ എന്നുള്ളവരുണ്ട്. കല്ലറ ഭാഗത്തുനിന്ന് വർക്കല ഭാഗത്തുനിന്നുള്ള ആൾക്കാരുടെ ഉണ്ട്. ഉച്ചയ്ക്ക് 3 മണി തൊട്ട് നിൽക്കുകയാണ്. എപ്പോഴേക്കും ഇവിടെ എത്തിച്ചേരും? അരമണിക്കൂറിനകത്ത്. അതാണ് അഭിലാഷ ഇവിടെ നിന്നുള്ള കാഴ്ച. നമുക്കറിയാം, പ്രവർത്തകർ ഇങ്ങനെ രാത്രിയിലും ഇവിടെ കാത്തു നിൽക്കുന്നു. ഇതേ കാഴ്ച തന്നെയാണ് ഇനി അങ്ങോട്ടും ഉള്ളത്. എന്തായാലും ഈ റോഡിന്റെ ഇരുവശങ്ങളിലും പ്രവർത്തകർ ഇങ്ങനെ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് VS-ന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാത്തുനിൽപ്പാണ് റോഡിന്റെ ഇരുവശങ്ങളിലുമായി നിന്നുകൊണ്ടുള്ളത്. എന്തായാലും നമുക്ക് കാണുന്നത് പോലെ ഇനിയും ആറ്റിങ്ങലേക്ക് എത്തും. അഭിലാഷ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വെറും 7 മണിക്കൂർ കൊണ്ട് 21 കിലോമീറ്റർ മാത്രം. പക്ഷേ ഇനി അങ്ങോട്ട് അല്പം കൂടി വേഗത ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ആ വേഗതയിൽ തന്നെ മുന്നോട്ട് പോകും. കാരണം ഇനി ചില പ്രത്യേക ഇടങ്ങളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ആ ഇടങ്ങളിൽ മാത്രമായിരിക്കും ആളുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ അല്പം കൂടി വേഗതയിൽ, ഇതുവരെ കണ്ടതുപോലെയല്ല, അല്പം കൂടി വേഗതയിൽ ഒരുപക്ഷെ കടന്ന് മുന്നോട്ട് പോവാൻ സാധ്യതയുണ്ട്. അതാണ് പ്രതീക്ഷിക്കുന്ന കാര്യം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട സജിത്താണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആറ്റിങ്ങലിലേക്ക് എത്തുമ്പോഴും അവിടെയുമുണ്ട് വലിയ ആൾക്കൂട്ടങ്ങൾ. രാത്രിയേറെ വൈകിയാലും VS-നെ കണ്ടിട്ടേ മടങ്ങൂ എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു അവർ. അതാണ് 4 മണിക്കൂറായി പ്രദേശത്ത് കാത്തു നിൽക്കുന്നു VS-നെ കാണാൻ എന്നുള്ളതാണ്. കൈക്കുഞ്ഞുമായി നിൽക്കുന്ന അച്ഛനെ കാണാൻ നമുക്ക് സാധിക്കുന്നു, അമ്മമാരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. എത്രയോ സമയമായി കാത്തിരിക്കുന്നതാണ് അവർ VS-നെ ഒരു നോക്ക് കാണാൻ, അവസാനമായി കാണാൻ. അങ്ങനെയുള്ള എത്രയെത്ര ആളുകൾ ആണ് ഇനി ഒരുപക്ഷെ കൊല്ലത്തേക്കും ആലപ്പുഴയിലേക്കുമൊക്കെ ഒഴുകിയെത്തിയിട്ടുണ്ടാവുക. ഇത് പ്രദേശവാസികളാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. സജിത്ത്, എത്ര സമയം കാത്തു നിൽക്കുന്നു? 3 മണി മുതൽ 3 മണിക്കൂറെ കാത്തു നിൽക്കുകയാണ്. അതെ. നിങ്ങളെ കുടുംബമൊക്കെ എല്ലാവരും ഒത്തിച്ചാണ് നിൽക്കുന്നത്? അതെ. സ്ത്രീകളൊക്കെ ഒത്തിരി പേരുണ്ട് ഇവിടെ. അതെ. എന്താണ് VS എന്നൊരു വികാരമാണോ നിങ്ങളെ ഇങ്ങോട്ടേക്ക് ഈ രാത്രി വൈകിയും ഇവിടെ നിൽക്കുന്നത്? VS-നെ ഇഷ്ടമാണ്? അതെ, ഒരുപാട് ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ്? ഒത്തിരി രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉണ്ട്, പക്ഷെ VS-നെ ഇത്ര അധികം ഇഷ്ടപ്പെടുന്നതിന് കാരണം? VS നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ കേരളത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ ഒരു പടനായകനാണ്.
നല്ലൊരു മനുഷ്യനാണ്. അതിലുപരി നല്ലൊരു നേതാവാണ്, സ്ത്രീകളോട് പ്രത്യേകിച്ച്. ഞങ്ങൾ ഈ വന്ന തിരുവനന്തപുരം മുതലുള്ള ഈ കാഴ്ചകളിലൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, സ്ത്രീകളും കുട്ടികളും ഒത്തിരി പേരുണ്ട്. അപ്പൊ VS-നെയൊക്കെ ഇവരെ പുകഴ്ത്തി പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് എല്ലാവർക്കും. അവരാണ്, സ്ത്രീകളും കുട്ടികളും തന്നെയാണ് VS-നെ കൂടുതലേറെ സ്നേഹിക്കുന്നതും. അവരോടൊപ്പമാണ് VS എക്കാലവും, ഈ മരണ നിമിഷം വരെ. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും അധികം ഉയരുന്ന ഒരു കാര്യമാണ് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിരവധി സംഭവങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ VS പൂർണ്ണ ആരോഗ്യത്തോടെ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന മണ്ഡലത്തിൽ സജീവമായിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട്? തീർച്ചയായും. അത് എപ്പോഴും സ്ത്രീകളും കുട്ടികളും യുവത്വം നിറഞ്ഞവരും തന്നെയാണ് ഏറെക്കുറെ ആഗ്രഹിക്കുന്നത്. VS എപ്പോഴും നമ്മളോടുണ്ടാവണമെന്ന്. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ കുറെ സമയമായി ഞങ്ങൾ ഉച്ചതൊട്ട് വന്നതാണ്, 3 മണിക്ക് വന്നത്. ഒരു പുതുതലമുറയുടെ പ്രതിനിധിയാണ്, അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഈ VS അദ്ദേഹത്തിന്റെ പ്രവർത്തനമൊക്കെ ഒരു പുതുതലമുറയ്ക്ക് എത്രയുണ്ട് പരിചയമുണ്ടെന്ന് ഒരു സംശയമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഒരു സമര ചരിത്രമൊക്കെ അല്പം പിന്നിലോട്ടും കൂടിയുണ്ട്. അപ്പം VS-നെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? എന്റെ അച്ഛൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു, CPIM ആയിരുന്നു. അച്ഛൻ വഴിയാണ് ഞാൻ പാർട്ടിയെക്കുറിച്ച് അറിയുന്നതും VS-നെ കുറിച്ച് അറിയുന്നതും. VS-നെ കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, ഓരോരുത്തർക്കും VS-നെ കുറിച്ച് അറിയാവുന്നതാണ്. ഞാനിനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോ മലയാളികളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിനും VS എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പ്രതീകമാക്കി കുടികൊള്ളുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ ആൾക്കൂട്ടത്തിൽ CPM-ന്റെ പ്രവർത്തകർ മാത്രമാണോ അതോ മറ്റാളുകളൊക്കെ കൂടിയിട്ടുണ്ടോ? ഇല്ല, മറ്റു പാർട്ടിക്കാരുൾപ്പെടെ VS എന്ന മനുഷ്യനെ കാണാൻ വേണ്ടി ഇവിടെ ഒരുപാട് പേർ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. ഉച്ച മുതൽ ഇവിടെ ഇങ്ങനെയാണ്. നമുക്ക് മുന്നിൽ ഉണ്ടാവുന്ന ഒരു ചോദ്യം, ഇനിയൊരു മറ്റൊരു VS ഉണ്ടാകുമോ എന്ന ചോദ്യമാണ്. കാരണം പലതും രാഷ്ട്രീയക്കാരുടെ ഒരു ചതുരക്കളത്തിനപ്പുറത്തേക്ക് മറ്റു വിഷയങ്ങളിലേക്കൊക്കെ പോയിരുന്ന ആളാണല്ലോ VS. അപ്പോൾ അത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്ന ആളുകൾ ഇനിയും ഉണ്ടാകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധീകരിക്കുന്ന അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ പലരും പറയുന്നതിന് VS ഉണ്ടാകില്ല, VS-നെ പോലെ നേതാവ് ഉണ്ടാകില്ലെന്നാണ്. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ ഇനിയും ഒരുപാട് പേര് ആ പാർട്ടിയിലേക്ക് അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് എത്തുക തന്നെ ഉണ്ട്. നിങ്ങളൊക്കെ എത്ര സമയം ഇവിടെ വന്നിട്ട്? 3 മണിക്ക് വന്നതാണ്. 3 മണിക്ക് വന്നാണ് ഇവിടെ? 3 മണിയായിരുന്നു ഇവിടെ പ്രതീക്ഷിച്ച ഷെഡ്യൂൾ അല്ലേ? അല്ല, കുറച്ച് നേരത്തെ വന്നതാണ്. ഇനി അങ്ങോട്ടുള്ള കൊല്ലം ജില്ലയിലേക്കുള്ള ആ പ്രദേശത്തേക്കൊക്കെ ഇതുപോലെ തന്നെയുള്ള വലിയ തിരക്കുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവും തോന്നുന്നു. അരമണിക്കൂർ കൊണ്ട് എന്തായാലും ഇവിടെ എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്. അറിയില്ല, വരുന്നത് പോലെ. അതാണ് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ കാത്തു നിൽക്കുന്നവർക്ക് ആരാണ് VS, എന്താണ് VS-ന്റെ ഇടപെടൽ, അത് കൃത്യബോധ്യമുണ്ട് അവർക്ക്. അതിൽ രാഷ്ട്രീയ ബോധ്യമുള്ളവരുണ്ട്, പക്ഷെ സാധാരണ ജനങ്ങളുമുണ്ട്. എല്ലാവർക്കും VS അതൊരു വികാരമാണ്, അത് തന്നെയാണ് അവരുടെ വാക്ക്. VS ആര് എന്ന ചോദ്യത്തിന് പലർക്കും പലതാണ് മറുപടി. പക്ഷേ ആ ചോദ്യത്തിനുള്ള ആകെ ഉത്തരമാണ് ഈ ആൾക്കൂട്ടം എന്ന് പറയേണ്ടി വരും. അവർ 3 മണിക്ക് ആറ്റിങ്ങൽ എന്ന് പറയുന്ന ഈ പ്രദേശത്തെത്തിയതാണ്. ഏതാണ്ട് 7 മണിക്കൂറാകുന്നു VS-നെ കാണാൻ അവർ ഇതുവരെ ചെലവഴിച്ച സമയം. ഇനിയും എത്ര വൈകിയാലും ഞങ്ങൾ കാത്തിരിക്കും എന്ന് പറയുന്നുണ്ട് അവർ. അങ്ങനെയുള്ള നേതാക്കൾ കേരള രാഷ്ട്രീയത്തിൽ വളരെ അപൂർവമാണ്. അങ്ങനെയൊരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് നമ്മളോട് വിട പറയുന്നത്.